കെ മധുവും സി കെ വിജയനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. മധു, ദേഹം മാത്രമാണ് വിട്ടുപോകുന്നത്. അദ്ദേഹം എഴുതിയ വാക്കുകൾ, അക്ഷരങ്ങൾ, കഥകൾ, കഥാപാത്രങ്ങൾ, നോവലുകൾ, ചെറുകഥകൾ എല്ലാം നമുക്കൊപ്പം ഉണ്ടാകും. അതെ ആര്യ, അടരടരികളായി ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ട് കഥാസന്ദർഭങ്ങൾ കുറിച്ചിട്ടുകൊണ്ട് MT വാസുദേവൻ നായർ മടങ്ങുകയാണ്. അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ പാതിരാവോടെ സിതാരയിലേക്ക് തിരിച്ചു ചെന്ന MT ഇന്ന് വൈകുന്നേരത്തോടെ ഇനി അങ്ങോട്ടില്ലെന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. സ്മൃതിപഥം എന്ന മാവൂർ റോഡ് ശ്മശാനത്തിൽ മലയാളിയുടെ സ്മൃതിപഥത്തിൽ തിളങ്ങുന്ന നക്ഷത്രമായി MT മാറുകയാണ്. MT തൊട്ടതല്ലാത്ത എന്താണ് മലയാളിക്കുള്ളത്? എല്ലാം MT എന്ന അക്ഷരങ്ങൾ അഭിമാനമായി മാറുന്നത് MT തൊട്ടതല്ലാത്ത ഒന്നും നമുക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം ചെറുകഥയെ തൊട്ടു, അദ്ദേഹം നോവലിനെ തൊട്ടു. ആ നോവലിലെ സന്ദർഭങ്ങൾ എത്ര സമർത്ഥമായാണ് അദ്ദേഹം ചലച്ചിത്രത്തിൻ്റെ അഭ്രപാളികളിലേക്ക് കൊണ്ടുപോയത് എന്ന് ആലോചിച്ച് നോക്കുക. ഒറ്റ ഉദാഹരണം പറയാം. ഗന്ധമാദന പൂക്കൾ ചവിട്ടി കടന്നു പോകേണ്ടി വന്ന ഭീമസേനന് പാഞ്ചാലി ആ യാജ്ഞസേനി ഭീമനെ തിരസ്കാരത്തിൻ്റെ കയ്പ് നിറഞ്ഞ് കടന്നുപോയ ഭീമസേനനെ നമുക്ക് വടക്കൻ വീരകഥയിൽ അതേപോലെ കാണാം. അത് ആ ചന്തുവിൻ്റെ തിരസ്കാരത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇരുവരും അനുഭവിക്കുന്നത് ഒരേ അലച്ചിലാണ്, ഒരേ അനാഥത്വമാണ്. അദ്ദേഹം നാടകത്തെ തൊട്ടപ്പോൾ ഗോപുരനടയിൽ പുതിയ നാടകം പിറന്ന് വീഴുകയായിരുന്നു. അദ്ദേഹം ലേഖനമെഴുതിയപ്പോൾ അത് മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത, മലയാളിയുടെ ആ ഹൃദയത്തെ തൊടുന്ന, മലയാളിയുടെ മനസ്സിനെ തൊടുന്ന ഒന്നായി ആ ലേഖനങ്ങൾ മാറുന്നു. അത് സമര പന്ഥാവിലുള്ള മലയാളിയുടെ ഈടുവയ്പായി മാറുന്നു. അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ല, പക്ഷേ അദ്ദേഹം എഴുതിയതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ജീവചരിത്രം അദ്ദേഹം എഴുതിയപ്പോൾ നെൽസൺ മണ്ടേലയും ഒക്കെ ഹെമിംഗ്വേ എന്നൊരു എഴുത്തുകാരനെ മലയാളിക്ക് പരിചയപ്പെടുത്തുമ്പോൾ MT വാസുദേവൻ നായർ ഒറ്റ കാര്യം കൂടി തനിക്ക് പിന്നാലെ വരുന്ന മുഴുവൻ എഴുത്തുകാരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും എന്ന പുസ്തകം പലവട്ടം മാറ്റി എഴുതിയിട്ടാണ് ഹെമിംഗ്വേ അതിന് അത്തരത്തിലുള്ളൊരു വിശ്വോത്തര കൃതി ഉണ്ടാക്കിയത്. തനിക്ക് പിന്നോട്ട് വന്ന തൻ്റെ ചുവട് പിടിച്ചു വരുന്ന തലമുറകളോടും MT പറഞ്ഞു, നിങ്ങൾ എഴുതുന്നതെല്ലാം പ്രസിദ്ധീകരിക്കാനുള്ളതല്ല സാഹിത്യം, അതിന് മുഖവുര ഹെമിംഗ്വേ തന്നെ. സിനിമ, നാടകം, ചലച്ചിത്രം, ബാലസാഹിത്യം MT കൈവയ്ക്കാത്ത എന്തുണ്ട്? ആ ചലച്ചിത്രങ്ങൾ, ആ നോവലുകൾ, ആ കഥാസന്ദർഭങ്ങൾ, ആ പ്രമേയങ്ങൾ, ആ മനുഷ്യർ, അത് നമ്മൾ തന്നെയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ. അവിടെ ആ കാലഘട്ടം മുമ്പേ കഴിഞ്ഞത്. പക്ഷേ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയെ കോവിഡിൻ്റെ കാലത്ത് വീണ്ടും ലോകം മുഴുവൻ കാണുന്നു. MT സാർവദേശീയമായ ഒരു പ്രതിഭാസമായി മാറുന്നു. MT വാസുദേവൻ നായർ, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു കാരണവശാലും അവഗണിക്കാനാവില്ല. MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ, MT വാസുദേവൻ നായർ എന്ന മലയാളിയുടെ അഭിമാനം വരും നാളുകളിൽ വാനിൽ കൂടുതൽ ഒളി ചിന്തിക്കൊണ്ട് നിറഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും. ഏത് തരാപഥങ്ങൾക്കും അപ്പുറത്ത് വിടരുന്ന വെണ്ണിലാവെന്നോണം. ആര്യ.